ഗായ്സ്, അപ്പോൾ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്ന് കാറ് സർവീസ് അല്ല, കാറിൻ്റെ ബ്രേക്ക് പാഡ് മാറാനായി. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി പോവാണ്. ഗായ്സ്, ഇതാണ് വണ്ടി, അമ്മേൻ്റെ വണ്ടിയാണ്. ഇത് ഡിസയർ 2017 മോഡൽ. ഇതിൻ്റെ ഡീസലാണ്. ഇതിൻ്റെ ഫ്രണ്ടത്തെ ബ്രേക്ക് പാഡ് മാറാനായി. കാണുമൊന്നുമില്ല എന്നാലും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി വന്നു. സർവീസ് ആയില്ല. സർവീസിന് ഒരു 2000 കിലോമീറ്ററും കൂടി ഓടാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓയിൽ സർവീസൊക്കെ ആവില്ല. ഗൈസ്, അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പം തളിപ്പുറം എത്താനായി. ഗൈസ്, അപ്പം നമ്മൾ സാധനം വാങ്ങി. സായി സർവീസ്. ഇവിടെയാണ് തളിപ്പറമ്പിലെ മാരുതിൻ്റെ ഒറിജിനൽ പാർട്സ് വെക്കുന്ന സ്ഥലം. ബ്രേക്ക്. ഗൈസ്, അപ്പം നമ്മൾ സാധനം വാങ്ങി. 2210 ബ്രേക്ക് പാഡിനായത്. മാരുതിൻ്റെ ഒറിജിനൽ സാധനമാണ്. ഇതാണ് ബ്രേക്ക് പാഡ്. ബ്രേക്ക് പാഡ് സെറ്റ്. ഗൈസ്, അപ്പം നമ്മൾ സാധനം വാങ്ങി. നമ്മൾ നേരെ ഇത് മാറ്റാൻ വേണ്ടി പോകുന്നത് വർക്ക്ഷോപ്പിലേക്ക്. ഗൈസ്, അപ്പം നമ്മൾ എത്താനായി. ഇനി ഒരു 5 മിനിറ്റ് കൂടെ ഇല്ല വർക്ക്ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി കാണിക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിലെത്തി. ഇതാണ് വർക്ക്ഷോപ്പ്. കാർപ്പ് ബോർഡ് ബാക്കിലാട്ടോ. അത് ആ ബോർഡിൻ്റെ ഫ്രണ്ടിൽ. പക്ഷേ ഞാൻ ബോർഡിൻ്റെ മുകളിലായിരിക്കും. ഇവിടെയാണ് ബോർഡ്. പക്ഷേ ഇവിടെയാണ് ബോർഡിൻ്റെത്. ഉച്ചയ്ക്ക് ശേഷം വന്നാന്ന് പറഞ്ഞു. എന്ത് ആയിരിക്കല്ല, യൂട്യൂബ് ചാനലാണ്. ഇല്ല, പിന്നെ ഞാൻ വേറെ ആളെ യൂട്യൂബ് കാണിച്ചാ നിങ്ങളുടെ ഫോണിൽ തപ്പിക്കോ. നവനീത് കപ്പള്ളി നോക്ക്. ഞാനങ്ങനെ സ്റ്റാറ്റസ് സ്റ്റോറിയിൽ ഇടുക. ഇതാണ് വർക്ക്ഷോപ്പിലെ മെയിൻ മെക്കാനിക് ചിക്കു ബ്രോ. ഇതാണ് വർക്ക്ഷോപ്പ് കാർപ്പൽസ് ഓട്ടോമോട്ടീവ് കുറ്റിക്കോൾ. ഞാൻ എൻ്റെ വ്ളോഗ് കണ്ടിട്ടില്ല. ഇങ്ങനെ മുടിയെല്ലാം ചെയ്ത് നിൽക്കുന്നുണ്ട്. ഇപ്പം അറിയില്ല ഞാൻ വ്ളോഗെല്ലാം തുടങ്ങിയത്. ഇപ്പം വിശ്വാസമായി. എന്നോട് പറഞ്ഞ ഉച്ച കഴിഞ്ഞിട്ട് വാ. ഞാൻ നോക്കുമ്പോൾ ഇവിടെ 5-6 വണ്ടി. ഇനി ഇതെല്ലാം പണി കഴിഞ്ഞിട്ട് എപ്പോൾ ഞാൻ നോക്കും. എൻ്റെ ഞാൻ പണി തരില്ലേ. ഈ 3 വണ്ടിയല്ല ഗൈസ്. ഈ 1 2 3 4 5 എവിടെയുണ്ടോ 6. അതിൻ്റെ അല്ലേ അത് വേറെ ഉണ്ടോ? ഓ, ഉള്ളിൽ ഗൈസ്, ഉള്ളിൽ ഞാൻ കാണിക്കാട്ടോ. ഉള്ളിൽ വേറെ വണ്ടിയുണ്ട്. ആ പെയിന്റിങ്ങാ ഡസ്റ്റർ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം എന്നോട് ഉച്ചക്ക് വരാൻ പറഞ്ഞേ. എന്നോട് ഉച്ചക്ക് ശേഷം എപ്പം വേണം വന്നോന്ന് പറഞ്ഞു. ഞാൻ വരുമ്പോഴേക്ക് ഇവിടെ ഫുള്ള് വണ്ടിയാണ്. പക്ഷെ എന്നെ വേഗം വിടും. അതാണ് അല്ലേ. ഗൈസ്, ഇതാണ് വർക്ക്ഷോപ്പിലെ വണ്ടികൾ. ഇത് എൻജിൻ പണിയാണ്. ഇതിൻ്റെ ഹെഡും സിലിണ്ടറും അങ്ങനത്തെ സാധനം ലെയ്ത്തിലില്ല. ഇതും എൻജിൻ പണിയാണ്. ഇതിൻ്റെയും എൻജിനൊന്നുമില്ല. അത് ഫുൾ ലെയ്ത്ത് കൊടുത്തിട്ടില്ല. ഇതെന്താ പണി? ഇത് സസ്പെൻഷൻ ആണല്ലോ. ഇരുന്ന് സസ്പെൻഷനെല്ലാം മാറ്റിക്കൊണ്ടിരിക്കണം. മാറ്റിയില്ലേ കൊടുത്തു. അതെല്ലാം മാറ്റണം അത്ര. ഇത് ബ്രേക്ക് പാഡ്. എൻ്റെ വണ്ടി പോലെ ബ്രേക്ക് പാഡ് മാറ്റാൻ വന്ന വണ്ടിയാണ് വെച്ചു. ഇത് ജനറൽ സർവീസ്, ഓയിൽ ചേഞ്ച്, എയർ ഫിൽറ്റർ അങ്ങനത്തെ സാധനം. അതും ജനറൽ സർവീസ്. പിന്നെ ഇതെന്താ ഇത് ജനറൽ സർവീസ്. അതെന്തോ സൈലൻസറിൻ്റെ പണി അല്ല കേട്ടോ. ഇത് വേറെന്തോ പണിയാണ്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ ഇതെൻ്റെ വണ്ടി. ഇതിൻ്റെ ബ്രേക്ക് പാഡ്. അങ്ങനെ കുറച്ച് 5-6 വണ്ടിയുണ്ട്. 5-6 കുറച്ച് കുറേ വണ്ടിയുണ്ട് ഇപ്പോൾ അല്ലേ ഗൈസ്. അപ്പം നമ്മൾ ലെയ്ത്തിൽ വന്നിരിക്കുകയാണ്. ഇതാണ് ലെയ്ത്ത്. ഞാൻ കാണിച്ചു തരാം. അവിടെ ഏതോ വണ്ടീൻ്റെ ഡിസ്ക് പോളിഷ് ചെയ്യാനായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അതെടുക്കാൻ വന്നത്. ഇതാണ് പോളിഷ് ചെയ്യാൻ കൊടുത്ത ഡിസ്ക്. അപ്പം അതെടുക്കാൻ വന്നത്. ഇപ്പം ഈ വണ്ടീൻ്റെ മറ്റേ റോട്ടർ ഡിസ്ക് അല്ലേ അറിയില്ലേ. റോട്ടർ ഡിസ്ക് ലൈറ്റിൽ നിന്ന് എടുക്കാൻ പോയത്. ഇത് ബ്രേക്ക് പാഡ് കഴിഞ്ഞ് തഴഞ്ഞ് ബ്രേക്ക് പാഡ് മാറ്റാണ്ട് പറ്റിയല്ലേ. അതാ തഴഞ്ഞത്. ഒന്നുമില്ല ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ കംപ്ലൈൻറ്റ് വന്നാൽ നേരെ ഇങ്ങോട്ട് വരിക. നിങ്ങൾ ഡയറക്റ്റ് കമ്പനി പോയാലേ ഒരു ദോഷമല്ല, നിങ്ങൾക്ക് എക്സ്ട്രാ പൈസ. ഇങ്ങനെ പ്രശ്നം വന്നാൽ കമ്പനി നേരെ സാധനം മാറ്റുക. പക്ഷെ ഇവിടുന്ന് പ്രശ്നം വന്നാൽ ഇവർ നേരെ ലെയ്ത്ത് കൊടുത്തിട്ട് എന്നാൽ ഇന്ന് പറയല് പോളിഷ് ചെയ്യല, ഫേസ് ചെയ്യും.
എന്നൊക്കെ അറിയില്ല. ഇതാണ് വർക്ക്ഷോപ്പിലെ മറ്റു 2 മെക്കാനിക്സ്. ഇതെവിടെ വഴിക്കിടന്ന ഐറിസാണ്. ഇത് എടുക്കാൻ പോയത് രണ്ടാളും. ഇതോ ഇതില് ലൈവ് ഇട്ടൂടാ. ഉമേഷായിട്ട് മിക്കവാറും വൈറലാവുന്ന ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അത് മാസ്ക് അയച്ചോ ഇപ്പറോണ്ട് വൈറലാവും. നിങ്ങൾക്കാർ വൈറലാവും. ഉമേഷ് ബ്രോ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുവാണ്. വർത്താനിടുവേ ഞാൻ എഡിറ്റിംഗ് ഒന്നുമില്ല, റോവാന്ന്. ഉമേഷ് ഫാൻസ് പറയൂ ഉമേഷ് പറയൂ. ഓരോരോ വണ്ടീന്റെ കാര്യങ്ങളാ. ഉമേഷായിട്ട് എയർ പോയിന്റ് ഒരു ചാൻസ് ഉണ്ട്. നിങ്ങളാ ശരിക്കും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നുണ്ട്. ഞാൻ എയർലൈനെ പോരെ കൊത്തിക്കൊണ്ടപ്പോ ഉമേഷാട്ടിന്റെ ഹിഡൻ ട്രിക്സ് ആണല്ലേ. ഇവനൊന്നും ഇതൊന്നും പറ്റിയൊന്നും ഇല്ല, ധാരണൊന്നുമില്ല. ഇതൊന്നും കമ്പനി കിട്ടൂലേ. ലെയ്ത്ത് പോലും പോണ്ട. കുപ്പായില്ലേ ഇങ്ങനെ ഡ്രസ് കോട്ടായിക്കോ. അതൊക്കെ എഡിറ്റ് ചെയ്യാൻ അറിയില്ലേ. ആർക്ക് എന്നിട്ടോ ഉമേഷാട്ടൻ പറയുന്നു ഉമേഷാട്ടന്റെ ടീഷർട്ടിൽ ഒന്ന് വൃത്തിയാക്കണം. ഞാൻ എന്താ വേണ്ടത്? അതിങ്ങ ഒന്ന് എഡിറ്റിംഗ് ഒന്നും നടക്കൂലേ? പെമ്പിളറെ കാണും. എന്ത് ചെയ്യാക്കും ആരാധകരെ കൊണ്ട് ഉമേഷാട്ടൻ വയറിലാവും കേട്ടോ. ഈ വണ്ടീന്റെ ബ്രേക്ക് പാഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാറ്റിയിട്ട് വേണം എന്റെ വണ്ടീന്റെ ബ്രേക്ക് പാഡ് മാറ്റാൻ അല്ലേ? മാറ്റി ഇപ്പൊ ഒരു മാസം അടിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്കത് മിസ്സായി. ഇപ്പൊ ഒരു മാസം അടിച്ചിട്ട് പക്ഷെ കിട്ടിയില്ല. ഞാൻ എല്ലാ ദിവസം ഇടാന്ന് വ്ളോഗ് ഇട്ടേ. ഇത് മതി എനിക്ക് വയറിലാണ് എത്തി നോക്കുന്ന ഒരാള്. അയ്യോ ഇവര് മൂന്നാളിരുന്ന് പണി നടക്കില്ല. രണ്ടാള് മൂന്നാള് അപ്പുറം ഇപ്പുറം മാസം അടിച്ചിരിക്കുന്നു. തിങ്കളാഴ്ച ഉമേഷാട്ടിന്റെ പെണ്ണ് കാണൽ. എത്രാമത്തെ പെണ്ണാണല്ലോ? 17ാമത്തെയാ? അതെയോ ഉമേഷാട്ടാ? നിങ്ങളെ പെമ്പിളർക്ക് ഇഷ്ടം? ഞാൻ കാണാൻ പോയി 17 കണ്ടായെങ്കിലും ഇഷ്ടമാണ്. കാര്യം നിങ്ങൾക്ക് എന്താ ഡിമാൻഡ്സ് ഉണ്ടോ? അങ്ങനെ റിക്സിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ബ്രേക്ക് പാഡിലിട്ടു. ഇനി ഫ്ലൂയിഡ് നിറച്ച് വണ്ടി സ്റ്റാർട്ടാക്കി ഇടലായി. അങ്ങനെ ആ വണ്ടി കഴിഞ്ഞു. ബ്രേക്ക് പാഡൊക്കെ മാറ്റി അതിറക്കുവാണ്. അപ്പോൾ അതിപ്പം കൊടുക്കും. നമ്മളെ വണ്ടി കയറ്റി ചെയ്യാൻ പോകും. നിവേദേട്ടാ അപ്പം എന്താ ഇതാണ് അതിൻ്റെ ബ്രേക്ക് പാഡ്. ഇതാ മാറണം ഒരു സെറ്റ്. നമ്മൾ നേരത്തെ വാങ്ങിയ സാധനം. ഇതാണ് നിവേദേട്ടനാണ് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാഡ് മാറ്റുന്നത്.
നേരൊന്നും പറയണ്ട. ഇല്ലടാ, സ്നേഹം മാത്രം. ബ്ലോഗൊന്നിട്ട് സോപ്പ് കണ്ട നമ്മളെ ബ്രേക്ക് പാഡ് കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ ഇറങ്ങുന്ന സൗണ്ട് വരുന്നുണ്ടായിരുന്നു. മാറ്റി എന്തായാലും നന്നായി. ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകാം. ഗൈസ് ഉമേഷേട്ടൻ പോട്ടെ മതി. ഉമേഷേട്ടൻ ഇങ്ങനെ ഇടുന്ന ഷോക്ക് ഇത് എന്ത് സാധനം? സോറി സ്റ്റിയറിംഗ് ബോക്സ് ആട്ടോ. സ്റ്റിയറിംഗ് ബോക്സ് റെഡിയാക്കിയാണ്. നിങ്ങൾക്ക് എന്ത് വണ്ടീൻ്റെ എന്ത് പണിയുണ്ടെങ്കിലും ഉമേഷേട്ടൻ്റെ അടുത്ത് ധൈര്യമായിട്ട് വരാം അല്ലേ? കാർപ്പൾസ് ഓട്ടോമോട്ടീവ്സ് കുറ്റിക്കോൽ അല്ലേ? ബെൻസാണെങ്കിൽ പുല്ല് പോലെ റെഡിയാക്കി എടുക്കില്ലേ? പറയാം ഓട്ടെ എന്നാല്. ഒരാൾ പ്രിപ്പയർ ആയത് ഓട്ടെ. ഞാൻ ആയി 2000 കൂടെ ഇല്ലു സർവീസിന്. ഞാൻ പോട്ടെ. ഓക്കെ ഞാൻ പോട്ടെ ചിക്കു ബ്രോ. ഞാൻ ആയി എൻ്റെ 2000 കൂടെ ഇല്ലു സർവീസിന്. ഓക്കെ നോട്ടെ ഗൈസ്. അപ്പോൾ നമ്മളെ കാറിൻ്റെ ഡിസ്ക് പാഡ് മാറ്റി. കുഴപ്പമില്ല, പാഡ് മാറ്റി എത്ര എണ്ണ അത് ചെറുങ്ങനെ സൗണ്ട് വരുന്നുണ്ടായി. അപ്പോൾ തന്നെ മാറ്റി. കുറച്ചും കൂടി ഉണ്ടായിരുന്നു, പിന്നെ തന്നെ മാറ്റി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മളെ കാറിൻ്റെ ബ്രേക്ക് പാഡ് ചേഞ്ച് ചെയ്യുന്ന വ്ളോഗ് കഴിഞ്ഞു. അത്രയും ഗൈസ്, ബൈ.